അഭിഭാഷക ക്ഷേമനിധി വർധന പ്രഖ്യാപനം ശുദ്ധ തട്ടിപ്പാണെന്ന് DCC ജനറൽ സെക്രട്ടറിയും നഗരസഭ മുൻ പ്രതിപക്ഷ നേതാവുമായ അഡ്വക്കേറ്റ് റീഗോ രാജു അഭിപ്രായപ്പെട്ടു. ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വഞ്ചനാ ദിനാചരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സർക്കാരിന്റെ അവസാന ബഡ്ജറ്റിൽ അഭിഭാഷക ക്ഷേമനിധി ഉയർത്തുമെന്നുള്ള പ്രഖ്യാപനം ശുദ്ധ തട്ടിപ്പും യാതൊരു ആത്മാർത്ഥതയില്ലാത്ത സമീപനവുമാണെന്ന് DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് റീഗോ രാജു അഭിപ്രായപ്പെട്ടു. ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ച വഞ്ചനാ ദിനാചരണത്തിന്റെ ഭാഗമായി ആലപ്പുഴ ജില്ലാ കോടതിയിൽ സംഘടിപ്പിച്ച ജില്ലാതല പ്രതിഷേധ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു റീഗോ രാജു. ഏറ്റവും ഒടുവിൽ 2022 കേരള ബൗൾ കൗൺസിലിന്റെ കൂടി ശുപാർശയോടുകൂടി കേരള അഡ്വക്കേറ്റ് വെൽഫെയർ ഫണ്ട് ആക്ട് അമെൻഡ് ചെയ്യണമെന്നും അഭിഭാഷക സമൂഹത്തിൽ നൽകി വരുന്ന വെൽഫെയർ ആക്ട് പ്രകാരം നൽകി വരുന്ന അഭിഭാഷക സമൂഹത്തിൽ നിന്ന് ഒരാൾ വിരമിക്കുകയോ മരണപ്പെടുകയോ ചെയ്താൽ ലഭിച്ചു വരുന്ന 10 ലക്ഷം രൂപ എന്നുള്ള ആ തുക 20 ലക്ഷമാക്കി ക്ഷേമനിധി തുക വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കാലങ്ങളായി ഒന്നടങ്കം നമ്മളെല്ലാവരും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എന്നാൽ 2022 കേരള ധനകാര്യമന്ത്രിക്ക് നൽകിയിട്ടുള്ള ഈ ഒരു നിർദ്ദേശം അത് ആ ആക്ട് അമെൻഡ് ചെയ്തുകൊണ്ട് ബില്ലായി കൊണ്ടുവന്നുകൊണ്ട് ഇന്ന് അഭിഭാഷകർക്ക് അത് ലഭ്യമാകുന്ന നിലയിലേക്ക് മാറ്റുവാൻ കഴിയുമായിരുന്ന ഒരു ഗവൺമെന്റ് ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ബഡ്ജറ്റിൽ ഈ ഗവൺമെന്റ് ഇറങ്ങാനായിട്ട് പതിവാദിക്കലെത്തി തെരഞ്ഞെടുപ്പിന് വേണ്ടി കാത്തിരിക്കുന്ന സമയത്ത് അഭിഭാഷക ക്ഷേമനിധി 20 ലക്ഷമായി ഉയർത്തുമെന്നുള്ള തട്ടിപ്പ് പ്രഖ്യാപനം നടത്തി കേരള സമൂഹത്തിലെ അഭിഭാഷകരെ വഞ്ചിക്കുവാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ അഭിഭാഷകർ ഇന്ന് വഞ്ചനാ ദിനം ആചരിക്കുന്നത്. 2022 കേരളത്തിലെ അഭിഭാഷക സമൂഹത്തിന് വേണ്ടി ബാർ കൗൺസിൽ നൽകിയ നിർദ്ദേശങ്ങളിൽ യാതൊരു നടപടിയും സ്വീകരിക്കാതെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മാത്രം പ്രഖ്യാപനം നടത്തുന്നത് ഇടത് സർക്കാരിന്റെ അഭിഭാഷക സമൂഹത്തോട് തന്നെയുള്ള ആത്മാർത്ഥതയില്ലായ്മയാണ് ചൂണ്ടിക്കാണിക്കുന്നതെന്ന് റീഗോ രാജു ആരോപിച്ചു. ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് ആലപ്പുഴ യൂണിറ്റ് പ്രസിഡന്റ് K ജയകുമാർ പ്രതിഷേധ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. ബാർ കൗൺസിൽ മെമ്പർ S സുദർശനകുമാർ, ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് S ഗോപകുമാർ, രവീന്ദ്രദാസ്, യൂണിറ്റ് സെക്രട്ടറി PA സമീർ, വനിതാ യൂണിറ്റ് പ്രസിഡന്റ് പ്രിയ അരുൺ, അഭിഭാഷകരായ PT ചന്ദ്രലേഖ, R സനൽകുമാർ, ലാലി ജോസഫ്, മെഹബൂബ് ഷെരീഫ്, മിജി S മണി, റോഫിൻ ജേക്കബ്, അപർണ C മേനോൻ, ധന്യ ബാബു, R ജയചന്ദ്രൻ, വിനോദ് വർഗീസ്, രേഷ്മ K കുമാർ, അൽസാൻ, സീമ രവീന്ദ്രൻ, ഷിസി, ജയമോഹൻ, നൈനാൻ തോമസ്, നിതീഷ് എന്നിവർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു.